ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനങ്ങൾ കമിഴ്ന്ന് കിടക്കുന്ന, അഥവാ പ്രോൺ ആസനാസ് എന്നാണ് പറയുക. പ്രോൺ മീൻസ് കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ. ആ പ്രോൺ ആസനാസയിൽ അതിൽ 3-4 ആസനം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആസനങ്ങളാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ആസനം കൂടിയാണ്. അതിലെ ആദ്യത്തെ ആസനമാണ് ഭുജംഗാസന. നമ്മൾ സൂര്യനമസ്കാരത്തിൽ പഠിച്ച അത് തന്നെയാണത്. ഭുജംഗം എന്ന വാക്കിൻ്റെ അർത്ഥം പാമ്പ് എന്ന, സർപ്പൻ്റ് എന്നാണ്. പാമ്പിനെ പോലെ തല ഉയർത്തുന്ന ഒരാസനമായത് കൊണ്ടായിരിക്കാം ഇതിനെ ഭുജംഗാസനം എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഈ GIT, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് അഥവാ എലിമെൻ്ററി കനാൽ, ഈ ഭാഗമൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ആസനമാണ്. നടുവിൻ്റെ നമ്മുടെ ബാക്ക് ബോണിൻ്റെ 33 വെർട്ടിബ്ര, ജനിക്കുമ്പോഴുള്ള 33 വെർട്ടിബ്ര, ഇപ്പോൾ നമുക്ക് 27 വെർട്ടിബ്രയാണ്. ഈ 33 വെർട്ടിബ്രയും സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ആസനമാണ്. നല്ലൊരു മസാജ് കിട്ടുന്ന ആസനമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ ഡിസോർഡേഴ്സിന് ഇരാതിരിക്കാൻ ഏറ്റവും നല്ല ആസനമാണിത്. നടുവേദനയ്ക്ക് വളരെ നല്ല ആസനമാണ്. തൈറോയ്ഡ് നല്ലൊരു ആസനമാണിത്. ഇതൊക്കെ ഗുണങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടത്. നമുക്ക് നോക്കാമത് എങ്ങനെയാണ് നോക്കാം. നമുക്കത് കമിഴ്ന്ന് കിടന്നു, കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വെച്ച്, കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ വെച്ചു. ഇതാ നെറ്റിമുട്ടിച്ച്, കൈ രണ്ടും ബോഡിക്ക് ചേർത്ത് വെച്ച് ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക, സീലിംഗിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 2 ഐബ്രോസിലേക്ക് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ടാണ്. ഒന്നും കൂടി ചെയ്യാം നമുക്ക്. കാലുകൾ ചേർത്ത് വെച്ച് നെറ്റി മുട്ടിച്ച് ശ്വാസമെടുത്ത് 2 കൈകളും ബോഡിക്ക് ചേർത്ത് നെഞ്ച് വിരിച്ചുകൊണ്ടായിരിക്കണം പൊങ്ങേണ്ടത്. വിടുകയും എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രാക്ടീഷനാണ്. കിടന്ന് 2 കാലുകൾ ചേർത്ത് വെച്ച്, കൈകൾ രണ്ടും ഷോൾഡർ ലെവലിലേക്ക് വെച്ച്, നെഞ്ച് വിരിച്ച്, ശ്വാസം സർപ്പത്തെ പോലെ പൊങ്ങുക. നോട്ടം സീലിംഗിലേക്കോ ആകാശത്തേക്കോ ആകാം, ഇല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 2 ഐബ്രോസിലാവാം. അവിടെ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇതേപോലെ ഒരു 4-5 തവണ ചെയ്യാവുന്നതാണ്. കഴിയുന്നത്ര നെഞ്ച് വിരിച്ചു വെക്കാൻ നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനമാണ്. ശലഭം എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്കൂളൊക്കെ വെക്കേഷൻ ആകുമ്പോൾ കളിക്കുവാൻ വേണ്ടി നമ്മൾ തുമ്പിയുടെ വാല് കെട്ടി ചെയ്യാറുണ്ടല്ലോ. ആ തുമ്പിയെ വിളിക്കുന്ന പേര് ഹെലികോപ്റ്റർ ഫ്ലൈ എന്നായിരിക്കാം, ഡ്രാഗൺ ഫ്ലൈ എന്നായിരിക്കാം. ആ തുമ്പി ഒരു പുഷ്പത്തിന്റെ മുകളിലേക്ക് വന്നിരിക്കുമ്പോൾ അതിന്റെ വാലെങ്ങനെയാണോ നിൽക്കുന്നത്, ഇതിന് അനുസ്മരിക്കുന്ന ഒരു യോഗയാണ് ശലഭാസനം എന്ന്. ഇതിനെ ബ്യൂട്ടി എയ്ഡ്സ് ടു വുമൺ എന്നാണ്. കാരണം നമുക്കറിയാം, കമ്പാരിറ്റീവ്ലി ലേഡീസ് സ്കിൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. പുരുഷൻ്റെ സ്കിന്നിനേക്കാളും എഫക്റ്റീവാണ്, സോഫ്റ്റാണ് സ്ത്രീയുടെ സ്കിന്ന്. അതുകൊണ്ട് തന്നെയാണ് യോഗ എഫക്റ്റ് സ്ത്രീകൾക്ക് തന്നെ ആയിരിക്കാം. കാരണം ഒരു കൊടുക്കുന്നത് യോഗ എന്ന് വിളിക്കുന്നത്. എങ്ങനെയൊക്കെ സുഖമായി നമുക്കറിയാം. അത്
ചെയ്യാറുണ്ട്. നമുക്ക് ചെയ്യാമത് ഇതേ കാലുകൾ ഉയർത്തി വെക്കുക. രണ്ട് മുട്ടുമടങ്ങാതെ സ്വാഭാവിക ഇല്ലാതെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. സ്ത്രീക്ക് ഭൂരിപക്ഷ സ്ത്രീകൾക്കും തുമ്മുമ്പോഴും മൂത്രം പുറത്തു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം യുറേത്ര കമ്പാരിറ്റീവ്ലി ചെറുതാണ്, നീളം കുറവാണ് സ്ത്രീകൾക്ക്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആസനം, നല്ലൊരു ആസനമാണ് ഈ സാധനം. ചെയ്യുന്ന ഇങ്ങനെയാണ്. കൈകൾ മലർത്തി വെച്ച് താടി കുത്തി ശ്വാസമെടുത്ത് രണ്ട് കാൽ മുട്ടും വളയാതെ രണ്ട് കാലുകളും മാക്സിമം ഉയർത്തുവാൻ ശ്രമിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഇതേപോലെ ഒന്നും കൂടെ ചെയ്യാൻ നമുക്ക്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനാണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. കമിഴ്ന്ന് കിടന്നോ, താടി കുത്തി, രണ്ട് കൈകളെ ബോഡിക്ക് സൈഡിലേക്ക് വെച്ചു, കൈപ്പത്തി മലർത്തി വെച്ച് ദീർഘമായി ശ്വാസമെടുത്ത് രണ്ട് കാലുകളും മാക്സിമം പൊക്കുക. അവിടെ നിന്ന് ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക ചെയ്യുക. പറ്റുമെങ്കിൽ, ഞാനിവിടെ ശ്വാസം എടുത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു, സമയം നമുക്ക് അതില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ശ്വാസം എടുക്കുക, അവിടെ നിൽക്കുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഇങ്ങനെ 3-4 തവണ ചെയ്യുക. അടുത്ത ആസന ധനുരാസന. ഈ കവിഴ്ന്ന് കിടക്കുന്ന എല്ലാ ആസനങ്ങളും ബാക്ക് ബോൺ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ട ആസനങ്ങളാണ്. അടുത്തയാണ് ധനുരാസന. ധനുസ് എന്ന വാക്കിന്റെ അർത്ഥം വില്ല് എന്ന അർത്ഥം. വില്ലിനെ പോലെ നമ്മുടെ ബോഡിയെ കൊണ്ടുവരിക. വില്ലിനെ പോലെ ബോഡിയെ കൊണ്ടുവരുന്ന ആസനമാണ് ധനുരാസന. നമ്മൾ ധനുരാസനത്തിലേക്ക് പോവുകയാണ്. കമിഴ്ന്ന് കിടന്ന് കാൽപാദം ആംഗിൾ പിടിക്കുവാൻ നോക്കുക. ശ്വാസമെടുത്ത് കാലിനെ പിന്നോട്ടേക്ക് വലിക്കുക.
പിന്നോട്ടേക്ക് വലിക്കുമ്പോൾ പുഷ് ആൻഡ് പുള്ള് പോലെ ആയിരിക്കണം. പിന്നോട്ടേക്ക് വലിക്കുമ്പോൾ കൈകളെ കൊണ്ട് മുന്നോട്ടേക്ക് വലിക്കുക, പിന്നോട്ടേക്ക് തള്ളുമ്പോൾ മുന്നോട്ടേക്ക് വലിക്കുക. ഒരാൾ പുഷ്, ഒരാൾ പുള്ള് ചെയ്യുക. അപ്പോൾ നമ്മുടെ നടു വളഞ്ഞു വരും. ഈ രണ്ട് തുടകളും ഭൂമിയിൽ നിന്ന് അല്പം പൊങ്ങുവാൻ ശ്രമിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. നമുക്കൊന്നും കൂടി ചെയ്യാതെ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് താഴ്ത്തി. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. ചെയ്യുന്നത് കമിഴ്ന്ന് കിടന്ന് കാൽമുട്ട് മടക്കി കാലിൻ്റെ ആംഗിളിൽ ഇരു കൈകളെ കൊണ്ടും ഇരു കാലിൻ്റെ ആംഗിളും പിടിച്ച് ദീർഘമായി ശ്വാസമെടുത്ത് കാലുകളെ പിന്നോട്ടേക്ക് വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഫ്രണ്ട് പതുക്കെ പൊങ്ങും. ആ കൈകളെ കൊണ്ട് കാലുകളെ മുന്നോട്ടേക്ക് വലിക്കുമ്പോൾ പതിയെ ഇരു തുടകളും പൊങ്ങും. നിങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് കുറച്ച് സമയം നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇതിനെയാണ് ധനുരാസന എന്ന് വിളിക്കുന്നത്. നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങളുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ പേരാണ് മകരാസനം. മകരം എന്ന വാക്കിൻ്റെ അർത്ഥം ചീങ്കണ്ണി അഥവാ മുതല എന്നാണ്. മുതലയും വിളിക്കാം, ചീങ്കണ്ണിയും വിളിക്കാം നമുക്ക് മകരം എന്ന്. ഭക്ഷണം എടുത്തതിന് ശേഷം, ഇരയെടുത്തതിന് ശേഷം പുഴക്കരയിലോ നദിക്കരയിലോ വിശ്രമിക്കുന്ന തരത്തിലുള്ള, അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ മകരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം മകരാസനം. ഒന്ന് കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ടും ചെയ്യാം, കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ടും ചെയ്യാം. അതിനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാലുകൾ കഴിയുന്നതും കാലിൻ്റെ ഹീല് ഫേസ് ആക്കി വെക്കണം എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക്, മകരാസനം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നടുവേദന വരാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് പറയുക. നമുക്ക് നോക്കാം. ഇതൊരു വിശ്രമാസന കൂടിയാണിത്. കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങളുടെ വിശ്രമാസന കൂടിയാണ് ഈ മകരാസനം. ചെയ്യുന്ന ഇങ്ങനെയാണ്. കാൽപാദം അകത്തി വെച്ച് കാലിൻ്റെ ഹീല് ഫേസ് ടു ഫേസ് ആക്കി വെച്ച് വലത് കൈ ഇടത് ഷോൾഡറിൽ, ഇടത് കൈ വലത് ഷോൾഡറിൽ, നിങ്ങൾക്ക് ഏത് ഭാഗത്തും തല ചെരിച്ച് വെക്കാം. ഇനി ഇതേപോലെ ഇങ്ങനെയും വെക്കാറുണ്ട്. ഇങ്ങനെയും വെക്കുന്നുണ്ട്. നമ്മളുടെ കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ നമ്മൾ പ്രോൺ ആസനാസ് പഠിക്കാൻ പോവുകയാണ്. 4 തരം ആസനമുണ്ട്. അതിലൊന്ന് നമുക്കറിയാം സ്റ്റാൻഡിങ് ആസന, സിറ്റിംഗ് ആസന, അതുപോലെ തന്നെ സുപ്പൈൻ ആൻഡ് പ്രോൺ ആസനാസ്. ഈ പ്രോണാസന കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങളിൽ നമുക്കറിയാം ആദ്യത്തെ ആസനമാണ് ഭുജംഗം. ഭുജംഗം എന്ന വാക്കിൻ്റെ അർത്ഥം പാമ്പ് എന്നാണ്. പാമ്പിനെ പോലെ പത്തി വിടർത്തിക്കൊണ്ട്, മൂർഖനെ പോലെ, കോബ്രയെ പോലെ പത്തി വിടർത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആസനമാണിത്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലേഡീസ്. ഒരു ലേഡീസിൻ്റെ, സ്ത്രീകളുടെ ഒരു ബ്ലെസ്സിങ് ആസനയാണിത്. അതിൻ്റെ ബെനിഫിറ്റ് നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അബ്ഡോമിനൽ ടോണിങ് റിക്വസൈറ്റ്സ് ഫോർ പീപ്പിൾ വിത്ത് അത്ലറ്റിക് ആൻഡ് ജനറൽ ഫിറ്റ്നസ് പെർസ്യൂട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കായികമായ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ അത്ലറ്റ്സുകൾക്ക് നമ്മുടെ ഈ അബ്ഡോമിനൽ ടോണിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ, വലിച്ചൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല ആസനമാണ്. ബാക്ക് ആൻഡ് ഷോൾഡർ സ്ട്രെങ്തനിങ്, നമ്മുടെ ബാക്കിനെയും ഷോൾഡറിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നൊരു ആസനമാണ്. ദ ബാക്ക് ഇംപ്രൂവ്സ് മെച്ചോറിറ്റി ഫ്രം ഫ്ലെക്സിബിലിറ്റി
പെർസ്പെക്റ്റീവ് നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നൊരു ആസനം കൂടിയാണ്. ബ്ലഡ് സർക്കുലേഷൻ ഈസ് വാസ്റ്റ്ലി ഇംപ്രൂവ് ആസ് വെൽ. നമുക്കറിയാം, നമ്മൾ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജെനിറ്റൽ ഓർഗൻ്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ രക്തോട്ടം കിട്ടുന്നത്. ഇറ്റ് ഈസ് ആങ്സൈറ്റി റിലീവർ ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു പീപ്പിൾ സഫറിങ് ഫ്രം ഡെയിലി ബൂസ്റ്റ് ഓഫ് സ്ട്രെസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് സ്ട്രെസ്സിൻ്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം. ഈ സ്ട്രെസ് ഉള്ളവർക്കും നല്ലതാണ് ഈ ആസന. Many asthma sufferers have reported improvement after practicing this asana. അതായത് നമുക്ക് നമ്മുടെ 2 ലങ്സ് നമുക്കുണ്ട്, നമുക്കറിയാം. ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ലങ്സിനകത്ത്, ഈ വലത് ലങ്സിനകത്ത് 3 അറകളുണ്ട്: ലോവർ ലോബ്സ്, മിഡിൽ ലോബ്സ് ആൻഡ് അപ്പർ ലോബ്സ്. ഈ ലോവർ ലോബ്സിനെയും അപ്പർ ലോബ്സിനെയും സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആസ്മ രോഗികൾക്ക് ഒരു ബ്ലെസ്സിങ് ആസനമായിട്ടാണ് ഇതിനെ കാണുന്നത്. നെക്സ്റ്റ് പറയാണ് സ്ട്രെങ്തൻ ദ സ്പൈൻ. ഇത് സ്പൈനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നുണ്ട്. സ്ട്രെച്ചസ് ചെസ്റ്റ് ആൻഡ് ലങ്സ്, ഷോൾഡേഴ്സ് ആൻഡ് അബ്ഡമൻ. അതിൻ്റെ ഷോൾഡേഴ്സിനെയും ലങ്സിനെയും അബ്ഡമനെയും സ്ട്രെച്ച് ചെയ്യിക്കുന്ന ഒരു ആസനമാണിത്. ഫേം ദി ബട്ടക്സ്. കാരണം ഈ ബട്ടക്സ് നമ്മുടെ ഭൂമിയിൽ നിന്ന് പൊങ്ങുന്നില്ല, ആയതുകൊണ്ട് തന്നെ പൊക്കിളിൻ്റെ മുകളിലേക്ക് മാത്രമേ പൊങ്ങുന്നുള്ളൂ. പൊക്കിളിൻ്റെ താഴേക്ക് നമുക്ക് ഭൂമിയിൽ തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. സ്റ്റിമുലേറ്റ്സ് അബ്ഡമൽ ഓർഗൻസ്, ഹെൽപ്സ് റിലീവ് സ്ട്രെസ് ആൻഡ് ഫാറ്റിക്, ഓപ്പൺ ദി ഹാർട്ട് ആൻഡ് ലങ്സ്. സൂതൻ സയാട്ടിക്ക പ്രോബ്ലം വർക്ക് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്തൂടെ പോകുന്ന സയാട്ടിക്ക നെർവ്സ്, നമ്മുടെ ബോഡിയിൽ ഏറ്റവും നീളം കൂടിയ നെർവാണ് സയാട്ടിക്ക നെർവ്സ്. ഈ സയാട്ടിക്ക നെർവ്സിനെ സ്ട്രെച്ച് ചെയ്യുന്നൊരു ആസനമാണിത്. തെറാപ്പറ്റിക് ഫോർ ആസ്മ. ഇനി ആരൊക്കെ ചെയ്യാൻ പാടില്ല ഈ ആസന? ആരൊക്കെ ചെയ്യാൻ പാടില്ല? നമുക്കറിയാം, ആസ് യൂഷ്വൽ പ്രഗ്നൻ്റ് വുമൺ ഒരിക്കലും ചെയ്തേക്കരുത്. അതുപോലെ തന്നെ പെപ്റ്റിക് അൾസർ ഉള്ളവർ ചെയ്യരുത്. അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ, അതായത് ഹാർട്ട് രോഗിയായവർ, നന്നായ സ്റ്റേജ് കഴിഞ്ഞവർ ചെയ്യരുത്. ഓർ എനി സർജറീസ് ലൈക്ക് സ്പൈൻ, ബ്രെയിൻ ഓർ ലങ്സ് ഷുഡ് നോട്ട് ഡു ദിസ് ആസന. നമ്മുടെ സ്പൈനിലോ അല്ലെങ്കിൽ ലങ്സിനോ സർജറി ചെയ്തവർ, ഹാർട്ട് സർജറി ചെയ്തവർ, ലങ്സ് സർജറി ചെയ്തവർ, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് സർജറി ചെയ്തവർ തൽക്കാലം ചെയ്യാതിരിക്കുക. അവോയ്ഡ് പ്രാക്ടീസിങ് ഡ്യൂറിങ് പീരീഡ്സ് ഇഫ് യു ഫീൽ അൺകംഫർട്ടബിൾ. സ്ത്രീകൾക്ക് പീരീഡ് സമയത്ത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞു ഞാൻ, ഇതിന് സ്ത്രീകൾക്ക് നല്ലൊരു ആസനമാണ്. ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നൊരു ആസനമാണ്. അതായത് അമനോറിയ, ഡിസ്അമനോറിയ എന്ന പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ഈ ആസന. ബ്ലഡ് പോവാതിരിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് നന്നായിട്ട് പോവാതിരിക്കുക, സ്കാൻഡി ആയിട്ട് പോവുക, പ്രൊഫ്യൂട്ടായിട്ട് പോവുക, അല്ലെങ്കിൽ വേദനജനകമായിട്ടുള്ള പീരീഡ്സ്, ഇവർക്ക് ഏറ്റവും നല്ല ആസനമാണ് ഈ ഭുജംഗാസന. പ്രാക്ടീസ് യോഗ അണ്ടർ ആൻ എക്സ്പേർട്ട് ഗൈഡൻസ്. ഇത് ചെയ്യുമ്പോൾ, ഇത് മാത്രമല്ല, എല്ലാ യോഗ ചെയ്യുമ്പോഴും അണ്ടർ ആൻ എക്സ്പേർട്ട് ഗൈഡൻസ്. നെക്സ്റ്റ് പറയാണ് ശലഭാസന. ഇതിൻ്റെ പേര് തന്നെ ശലഭാസനം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുകായ സമയത്ത് നമ്മൾ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തുമ്പിയെ പിടിച്ചുകൊണ്ട് വാലിൽ കെട്ടി ഓടി കളിക്കാറുണ്ട്. അതിന് ഹെലികോപ്റ്റർ ഫ്ലൈ എന്നാണ് വിളിക്കാം, അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ എന്നാണ് വിളിക്കാറ്. ഈ ഡ്രാഗൺ ഫ്ലൈയെ പോലെ അതൊരു ഈ ജീവി, ഈ ബട്ടർഫ്ലൈ ഒരു പൂവിൽ വന്ന് നിന്നാൽ നമുക്കറിയാം, അതിൻ്റെ ലാൻഡ് ചെയ്താൽ അതിൻ്റെ വാലുകൾ ഉയർന്നു നിൽക്കുന്നതാണ് നിങ്ങൾക്ക്. ഇതേപോലെ നമ്മൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് കാല് മുതൽ നമ്മുടെ ബട്ടക്സ് വരെയുള്ള ഭാഗങ്ങൾ ഭൂമിയിൽ നിന്ന് എത്രത്തോളം ഉയർത്തുവാൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്തുക. ഇതിനെ വിളിക്കുന്ന പേര് തന്നെ ബ്യൂട്ടി എയ്ഡ്സ് ടു വുമൺ എന്നാണ് വിളിക്കുക. സ്ത്രീകൾക്ക് സൗന്ദര്യം കൊടുക്കുന്ന ഒരു ആസനമാണിത്. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, സ്ത്രീകൾക്ക് മാത്രമാണ്? സ്ത്രീകൾ എന്ന് പറയാനുള്ള കാരണം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഉപദേശിക്കുന്നതായിട്ടാണ് യോഗയെ പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ബ്യൂട്ടി എയ്ഡ്സ് ടു വുമൺ. This pose invigorates the entire body, stimulates the internal organs as well as enhances the circulation of blood. നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ ആന്തരികമായ അവയവങ്ങളെയും സ്ട്രെങ്തൻ ചെയ്യിക്കുകയും അതിനെ ഒന്ന് പൂർവാധികം ശക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷന് വളരെ നല്ലതാണ് ഈ യോഗ. ആംസ്, thighs, shoulders, legs, calf muscles and hips are strengthened through this asana. ഇത്തരം ഭാഗങ്ങൾക്ക് സ്ട്രെങ്തൻ കിട്ടുന്ന ആസനമാണ് നമ്മുടെ ആംസിനായാലും, തൈസിനായാലും, ഷോൾഡേഴ്സിനായാലും, ലെഗിനായാലും, കാഫ് മസിലിനായാലും ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രെങ്തൻ ആക്കാൻ പറ്റിയ ആസനമാണ് ശലഭാസന. ദ ബാക്ക് ഈസ് ഓൾസോ ടോൺഡ് ആൻഡ് സ്ട്രെങ്തൻ. നമ്മുടെ ബാക്ക്, നമ്മുടെ പുറകുവശം സ്ട്രെങ്തൻ ആകുന്നു. ദിസ് ആസന എൻകറേജ് ഹെൽത്തി പോസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ മുഖത്താണ് ഇതിൻ്റെ രക്തോട്ടം കൊടുക്കുക നമുക്ക്.
ആയതുകൊണ്ട് തന്നെ എപ്പോഴും പ്രസന്നമായ മുഖമായിരിക്കും, ആക്റ്റീവായ ഫേസ് ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. ഇറ്റ്സ് റെഗുലേറ്റ്സ് മെറ്റാബോളിസം ആൻഡ് ഹെൽപ്പ് യു ലോസ് വെയിറ്റ്. ഭാരത്തെ കുറക്കുവാൻ നല്ലൊരു ആസനമാണിത്. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ. സ്ട്രെസ്സിനെയും ടെൻഷനെയും ഒഴിവാക്കാൻ പറ്റിയ ആസനമാണ് ശലഭാസന. The lower back and spine are strengthened. നേരത്തെ പറഞ്ഞാണത്. ഇറ്റ് ക്യാൻ മേക്ക് യു മച്ച് മോർ ഫ്ലെക്സിബിൾ ആൻഡ് agile. People who enjoy walking should definitely practice this asana. Walking long distance become much easier with the Shalabhasana being practiced. ദീർഘദൂരം നടക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും നല്ലതാണ് ശലഭാസന. അതുകൊണ്ട് തന്നെയാണ് അത്ലറ്റ്സ് എന്നിവർക്ക് നല്ലതാണ് ഈ ആസനം എന്ന് പറയുന്നത്. കാരണം അത് തന്നെയാണ്. ക്യാൻ ഹെൽപ്പ് ഇൻ റിഫ്രഷിംഗ് ഫാറ്റിക് പീപ്പിൾ. എപ്പോഴും ക്ഷീണമാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഏറ്റവും നല്ല ആസനമാണിത്. കോൺസെൻട്രേഷൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസ്ഡ്. നമുക്ക് കോൺസെൻട്രേഷനെ കൂട്ടുവാൻ നല്ല ആസനമാണിത്. വൺ ക്യാൻ എക്സ്പെക്ട് ക്ലിയർ ബൗൾ മൂവ്മെൻറ്റ് ഇഫ് ശലഭാസന ഈസ് പ്രാക്ടീസ് റെഗുലർലി. അതായത് കോൺസ്റ്റിപ്പേഷനെ ഇല്ലാതാക്കുന്ന ആസനം കൂടിയാണിത്. ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല? ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് എ ഹെഡേക്ക് ഓർ എ മൈഗ്രെയിൻ, നിങ്ങൾ സ്ഥിരമായി തലവേദനിക്കുന്നവരാണെങ്കിൽ, ഓർ സഫറിംഗ് ഫ്രം നെക്ക് ഓർ സ്പൈനൽ ഇഞ്ചുറി, അവോയ്ഡ് ദിസ് ആസന. നിങ്ങൾക്ക് നട്ടെല്ല് വേദനയോ കഴുത്ത് വേദനയോ നന്നായിട്ട് സിവിയറുള്ള വ്യക്തികളാണെങ്കിൽ യു ഷുഡ് അവോയ്ഡ് ദിസ് ആസന. പ്രഗ്നന്റ് വുമൺ ഓൾസോ മസ്റ്റ് അവോയ്ഡ് ദിസ് ആസന അറ്റ് ഓൾ കോസ്റ്റ്. എന്ത് തരത്തിലും സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ആസനമാണെന്ന് പറഞ്ഞു, എന്നാൽ ഒരു തരത്തിലും പ്രഗ്നൻ്റായ സ്ത്രീകൾ, വനിതകൾ ചെയ്യരുത്. ഇൻ കേസ് യു ഹാവ് എ നെക്ക് ഇഞ്ചുറി, നിങ്ങൾ കഴുത്ത് വേദനയുണ്ടെങ്കിൽ യു മസ്റ്റ് എൻഷുർ യു ലുക്ക് ഡൗൺ അറ്റ് ദ ഫ്ലോർ ആൻഡ് കീപ് യുവർ ഹെഡ് ഇൻ എ ന്യൂട്രൽ പൊസിഷൻ. യു ക്യാൻ ഡു ഓൾസോ സപ്പോർട്ട് യുവർ ഹെഡ് ഓൺ എ ഫോൾഡ് ബ്ലാങ്കറ്റ്. അതായത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ, നിങ്ങൾക്ക് കഴുത്ത് വേദനയുള്ളവരാണെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് മടക്കി വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് താടിയെ അവിടെ താങ്ങി നിർത്താം നിങ്ങൾക്കതിനെ. നെക്സ്റ്റ് ആണ് ധനുരാസന. വട്ട് ഈസ് ധനുസ്? വില്ല് എന്ന അർത്ഥം നമുക്കറിയാം. ഈ വില്ല് കൊലക്കുമ്പോൾ ചെറിയൊരു സാധനമാണ്, അത് ഞാണ് കിട്ടിയിട്ട് അത് എത്രത്തോളം ഫോഴ്സിലേക്കാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആസനമാണ് ഈ ധനുരാസന. നമുക്കറിയാം 33 വെർട്ടിബ്ര നമുക്കുണ്ട് ജനിക്കുമ്പോൾ. ഇപ്പം നമുക്ക് 27 വെർട്ടിബ്രേ നമുക്കുണ്ടാകുന്നുള്ളൂ. 33 വെർട്ടിബ്രയും ഓരോ വെർട്ടിബ്രയും സ്ട്രെങ്തൻ ചെയ്യിക്കുന്ന ഒരു ആസനമാണ് ധനുരാസന എന്ന് പറയുന്ന ആസന. സ്ട്രെച്ച് ദ എൻറ്റയർ ഫ്രണ്ട് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് ഭാഗം സ്ട്രെച്ച് ചെയ്യുന്നു. ആംഗിൾസ്, തൈ, ഗ്രോയിൻസ്, അബ്ഡമൻ ആൻഡ് ചെസ്റ്റ് ആൻഡ് ത്രോട്ട് ആൻഡ് ഡീപ്പ് ഹിപ്പ് ഫ്ലെക്സേഴ്സ്, സോയാസ്. അതായത് ഇത്രയും ഭാഗങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്ന ആസനമാണിത്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രെങ്തൻ ദി ബാക്ക് മസിൽ. നമ്മുടെ ബാക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇംപ്രൂവ് പോസ്റ്റേഴ്സ്. നമ്മുടെ ശാരീരികമായ പോസ്റ്റേഴ്സുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു, ഇംപ്രൂവ് ചെയ്യിക്കുന്നു. സ്റ്റിമുലേറ്റ് ദ ഓർഗൻസ് ഓഫ് ദി അബ്ഡമൻ ആൻഡ് നെക്ക്. നമ്മുടെ അബ്ഡമൻ്റെയും നെക്കിൻ്റെ ഭാഗങ്ങളെയും ഇത് സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു. നെക്സ്റ്റ്, ഗുഡ് ഫോർ കോൺസ്റ്റിപ്പേഷൻ. മലബന്ധങ്ങൾക്ക് നല്ലതാണ്. റെസ്പിറേറ്ററി, ശ്വാസമുട്ടുകാർക്ക് നല്ലതാണ്. ഗുഡ് ഫോർ മൈൽഡ് ബാക്ക് ഏക്ക് ഉള്ളവർക്ക് നല്ലതാണ്. ക്ഷീണമുള്ളവർക്ക് നല്ലതാണ്. ആങ്സൈറ്റിക്കാർക്ക് നല്ലതാണ്. മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് നല്ലതാണ്. ഹൈ BP ഉള്ളവർക്ക്, ലോ BP ഉള്ളവർക്ക് നല്ലതാണ്. മൈഗ്രെയിൻ, ഇൻസോമിനിയ, ഇത് ബെനിഫിറ്റിന് അടിച്ചു പോയതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത് ബെനിഫിറ്റ് അല്ല, പ്രിക്കോഷനാണിത്. ഇതാരും ചെയ്യാൻ പാടില്ല. ഹൈ ഓർ ലോ BPക്കാർ ചെയ്യരുത്. മൈഗ്രെയിൻ ഉള്ളവർ ചെയ്യരുത്. ഉറങ്ങാൻ സാധിക്കാത്തവർ ചെയ്യരുത്. സീരിയസ് ലോവർ ബാക്ക് ഓർ നെക്ക് ഇഞ്ചറി ഉള്ളവരും ചെയ്യരുത്. നെക്സ്റ്റ് ആണ് മകരാസന. ഈ മകരം എന്ന വാക്കിൻ്റെ അർത്ഥം ചീങ്കണ്ണി എന്ന അർത്ഥം. ഒരു ചീങ്കണ്ണിയോ മുതലയോ അത് നന്നായി ഭക്ഷണം കഴിച്ചതിന് ശേഷം എങ്ങനെയാണോ ഒരു പുഴക്കരയിൽ വിശ്രമിക്കുന്നത് അതിനെ അനുസ്മരിപ്പിക്കുന്നൊരു യോഗയാണിത്. ഇംപ്രൂവ് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുന്നു. റിലാക്സസ് ദ മസ്കുലാർ സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു. ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു. റെഡ്യൂസ് ആങ്സൈറ്റിയെ ഇല്ലാതാക്കുന്നു. ഉറക്കില്ലായ്മയെ ഇല്ലാതാക്കുന്നു. BPയെ ഇല്ലാതാക്കുന്നു.
ലോ ബാക്ക് പെയിൻ ഉണ്ടായ സ്റ്റിഫ്നെസ്സിനെ ഇല്ലാതാക്കുന്നു. ഡീപ്പ് റിലാക്സേഷനെ കൊണ്ടുവരുന്നു. ഷോൾഡർ പെയിനെ ഇല്ലാതാക്കുന്നു. ഇറ്റ് ക്യാൻ ക്യൂർ ആസ്മ, നീ പെയിൻ ആൻഡ് എനി ലങ്സ് റിലേറ്റഡ് ഇഷ്യൂ. നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ് മകരാസന. ഇറ്റ് ഹെൽപ്സ് ക്യൂറിങ് സ്ലിപ്പ് ഡിസ്ക്, സ്പോണ്ടലൈറ്റിസ് ആൻഡ് സയാറ്റിക്ക. ദ ആസന സ്ട്രെച്ച് ദി ഹിപ്പ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു. ഇറ്റ് റിലാക്സ് യുവർ ബോഡി കംപ്ലീറ്റ്ലി ആൻഡ് കീപ് യുവർ റിജുവിനേറ്റഡ്. നിങ്ങളൊരു പൂർണ്ണമായ ഉത്സാഹത്തോടു കൂടി തിരിച്ചു വരും. നമുക്ക് അതായത് പൂർണ്ണ ആരോഗ്യം കിട്ടിയതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു ആസനമാണ്. ഏറ്റവും കമിഴ്ന്ന് കിടക്കുന്ന ആസനത്തിൽ റിലാക്സ് ചെയ്യുന്ന ഒരു ആസനമാണ് മകരാസന. ശവാസന ചെയ്യുന്ന പോലെ തന്നെയാണ് മകരാസന. ഇത് കൈകൾ വെക്കുന്നതിന് പ്രത്യേകതയാണ്. ഞാൻ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൈ വെക്കേണ്ടത് എന്ന്. ഇങ്ങനെയും വെക്കാം, നമുക്ക് വേറെ രീതിയിലും വെക്കാം നമുക്കത്. ഇനി ആരൊക്കെ ചെയ്യാൻ പാടില്ല? അവോയ്ഡ് മൂവിങ് ദ ബോഡി ഇൻ ദിസ് ആസന, ഇറ്റ് മേ ഡിസ്റ്റർബ് ദ പ്രാക്ടീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കുക. ഡോണ്ട് പുട്ട് സ്ട്രെസ് ഓൺ ദി ബോഡി ഡ്യൂറിങ് ദിസ് ആസന ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പീസ്ഫുള്ളി റിലാക്സിങ് ബോഡി. ഏറ്റവും റിലാക്സേഷൻ കിട്ടുന്ന ഒരു ആസനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കൂടുതൽ ബോഡി ഭൂമിയിലേക്ക് സ്ട്രെച്ച് ചെയ്യാതിരിക്കുക. അവോയ്ഡ് പ്രാക്ടീസ് ദിസ് ആസന ഇൻ ഡിസ്റ്റർബിങ് അറ്റ്മോസ്ഫിയേഴ്സ് ആസ് ഇറ്റ് മേ ഡിസ്റ്റർബ് ദ പീസ് ഓഫ് മൈൻഡ്. ഇത് പീസ് ഓഫ് മൈൻഡ് കിട്ടുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ റിലാക്സേഷൻ്റെ മെത്തേഡാണ് ഈ ആസന. അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഉള്ള അറ്റ്മോസ്ഫിയറിൽ സാഹചര്യങ്ങൾ നമ്മൾ തൽക്കാലം ചെയ്യാതിരിക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട ഈ പ്രോൺ പൊസിഷനിൽ ചെയ്യുന്ന ആസനങ്ങൾ. അപ്പോൾ ഇതൊന്നും കൂടി പറയുകയാണ്. ഒന്നും കൂടി ഇത് പറയുന്ന പ്രത്യേകത, ഇറ്റ്സ് ഓൺലി ഫോർ യുവർ ഇൻഫർമേഷൻ. നല്ലൊരു എക്സ്പേർട്ട് ഗൈഡിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ യോഗ പഠിക്കേണ്ടത്. കാരണം അവർക്കായിരിക്കും നിങ്ങൾ ചെയ്യുന്ന തകരാറുകളെ കാണാൻ സാധിക്കുക. നമുക്കറിയാം, ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ബൈക്ക് റിപ്പയറുകാരൻ ആ ബൈക്ക് ഓടുന്ന ആ വണ്ടി പോകുമ്പോൾ സൗണ്ട് കേട്ടതിന് അദ്ദേഹത്തിന് മനസ്സിലാകും അതിൻ്റെ പിസ്റ്റൺ കേടാണോ, അതിൻ്റെ ക്ലച്ചിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാവും, ഡിസ്ക് തേയിട്ടുണ്ടോ എല്ലാം മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് എത്ര ആൾ കൂടി ചെയ്യുമ്പോഴും ഒരു എക്സ്പേർട്ടായ യോഗ ഇൻസ്ട്രക്ടർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നും കൂടി പറയുകയാണ്, ഇറ്റ്സ് ഓൺലി ഫോർ യുവർ ഇൻഫർമേഷൻ. ഇത് നോക്കി ചെയ്തേക്കരുത്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ യോഗ ചെയ്യേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.